ഓം ശാന്തി. 12-12-20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ ഭാഗ്യം ഉയർന്നതാക്കണമെങ്കിൽ ആരോട് സംസാരിക്കുമ്പോഴും കാണുമ്പോഴും ബുദ്ധിയുടെ യോഗം ഒരു ബാബയുമായി യോജിപ്പിക്കൂ. ചോദ്യം: പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമാകുന്ന കുട്ടികൾക്ക് ബാബയുടെ ഏതൊരു ഡയറക്ഷനാണ് ലഭിച്ചിരിക്കുന്നത്? ഉത്തരം: കുട്ടികളെ, നിങ്ങൾക്ക് ഈ പഴയ ലോകവുമായി യാതൊരു കണക്ഷനുമില്ല. തൻ്റെ മനസ്സ് ഈ പഴയ ലോകവുമായി ചേർക്കാതിരിക്കൂ. പരിശോധിക്കൂ, നമ്മൾ ശ്രീമത്തിന് വിരുദ്ധമായ കർമ്മം ചെയ്യുന്നില്ലല്ലോ. ആത്മീയ സർവീസിന് നിമിത്തമാകുന്നുണ്ടോ? ഗീതം ഭോലാനാഥനേക്കാൾ വേറിട്ടതായി. ഓം ശാന്തി. ഇപ്പോൾ ഗീതം കേൾക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ഗീതം പ്രത്യേകിച്ച് ഭക്തർ തന്നെയാണ് പാടുന്നതും കേൾക്കുന്നതും. നിങ്ങളാണെങ്കിൽ പഠനം പഠിക്കുകയാണ്. ഈ ഗീതവും കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് വിശേഷിച്ച് ഇറങ്ങിയിട്ടുള്ളത്. കുട്ടികൾക്കറിയാം, ബാബ നമ്മുടെ ഭാഗ്യത്തെ ഉയർന്നതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബാബയെ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. തൻ്റെ കണക്ക് നോക്കണം. ശേഖരണം ഉണ്ടാകുന്നുവോ അതോ ഇല്ലയോ? അതായത് നഷ്ടമുണ്ടാകുന്നോ? നമ്മിൽ ഏതെങ്കിലും കുറവ് ഇല്ലല്ലോ. അഥവാ കുറവുണ്ട് എങ്കിൽ അതിലൂടെ നമ്മുടെ ഭാഗ്യത്തിൽ നഷ്ടമുണ്ടാകും. അപ്പോൾ അതിനെ മാറ്റേണ്ടതാണ്. ഈ സമയം ഓരോരുത്തർക്കും തൻ്റെ ഭാഗ്യത്തെ ഉയർന്നതാക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് ഈ ലക്ഷ്മി നാരായണൻ ആകുവാൻ സാധിക്കും. അഥവാ ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കുകയില്ലെങ്കിൽ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കാണുമ്പോൾ ബുദ്ധിയുടെ യോഗം ഒന്നിൻ്റെ കൂടെ യോജിച്ചിരിക്കട്ടെ. ആത്മാക്കളായ നമുക്ക് ബാബയെ തന്നെ ഓർമ്മിക്കണം. ബാബയുടെ ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. എന്നോടല്ലാതെ മറ്റാരുമായും ഹൃദയം ചേർക്കാതിരിക്കൂ. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ നിങ്ങളുടെ 84 ജന്മങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പോയി രാജധാനിയിൽ ആദ്യ നമ്പർ എടുക്കൂ. രാജപദത്തിൽ നിന്നും വീണ് പ്രജയിലേക്ക് പോവുകയും പ്രജയിൽ നിന്നും താഴേക്ക് പോവുകയും ചെയ്യുക. ഇങ്ങനെയാകരുത്, പാടില്ല. തൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കൂ. ഈ അറിവ് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ബാബയെ, ടീച്ചറിനെ ഓർമ്മിക്കുന്നതിലൂടെ ഭയമുണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാകരുത്, നമുക്ക് ഏതെങ്കിലും ശിക്ഷ ലഭിച്ചാലോ എന്ന്. ഭക്തിയിലും മനസ്സിലാക്കുന്നു, പാപകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ശിക്ഷയുടെ പങ്കുകാരനായി മാറും എന്ന്. ഉയർന്നവനായ ബാബയുടെ ഡയറക്ഷൻ ഇപ്പോൾ തന്നെയാണ് ലഭിക്കുന്നത്. അതിനെ ശ്രീമത് എന്ന് പറയുന്നു. കുട്ടികൾക്കറിയാം, ശ്രീമത്തിലൂടെ നമ്മൾ ശ്രേഷ്ഠമാകുന്നു. തൻ്റെ പരിശോധന നടത്തണം. എവിടെയെങ്കിലും നമ്മൾ ശ്രീമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നില്ലല്ലോ. ഏതൊരു കാര്യം നല്ലതായി തോന്നുന്നില്ലയോ അത് ചെയ്യുവാൻ പാടില്ല. നല്ലതിനെയും മോശമായതിനെയും ഇപ്പോൾ മനസ്സിലാക്കുന്നു. മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കർമ്മം പഠിക്കുന്നു. അതിലൂടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് കർമ്മം അകർമ്മമായി മാറുന്നു. ഈ സമയം എല്ലാവരിലും 5 ഭൂതങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് കർമാതീതമാകണം. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. സമയം ഗുരുതരമായി കൊണ്ടിരിക്കുന്നു. ലോകം മോശമായി കൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം മോശമായി കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഈ ലോകവുമായി നിങ്ങൾക്ക്
കണക്ഷനെ ഇല്ലാത്തതുപോലെയാണ്. നിങ്ങളുടെ കണക്ഷൻ പുതിയ ലോകവുമായാണ്. അത് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയ ലോകം സ്ഥാപിക്കുന്നതിനായി നിമിത്തമാകുന്നു. അപ്പോൾ ഏതൊരു എയിം ഒബ്ജക്റ്റ് ആണോ മുന്നിലുള്ളത് അതുപോലെ ആകേണ്ടതുണ്ട്. യാതൊരു ആസുരീയ ഗുണവും ഉള്ളിലുണ്ടാകരുത്. ആത്മീയ സേവനത്തിൽ ഏർപ്പെടുന്നതിലൂടെ വളരെയധികം ഉന്നതി ഉണ്ടാകുന്നു. എക്സിബിഷൻ, മ്യൂസിയവും മറ്റും ഉണ്ടാക്കുന്നു. വളരെ പേർ വരും എന്നും മനസ്സിലാക്കുന്നു. അവർക്ക് ബാബയുടെ പരിചയം നൽകാം. പിന്നെ അവരും ബാബയെ ഓർമ്മിക്കുവാൻ തുടങ്ങും. മുഴുവൻ ദിവസവും ഈ ചിന്ത നടന്നുകൊണ്ടിരിക്കട്ടെ. സെന്റർ തുറന്ന് സർവീസ് വർദ്ധിപ്പിക്കണം. ഈ രത്നങ്ങളെല്ലാം നിങ്ങളുടെ അടുക്കലുണ്ട്. ബാബ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യിക്കുന്നു, ഖജനാവും നൽകുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ബുദ്ധിയിലുണ്ട്. സൃഷ്ടിയുടെ ആദി, മധ്യ, അന്ത്യത്തെ അറിയുന്നു. പവിത്രമായും ഇരിക്കുന്നു. മനസ്സാ വാചാ കർമ്മണ ഒരു മോശമായ കർമ്മവും ഉണ്ടാകരുത്. അതിൻ്റെ പൂർണ്ണ പരിശോധന നടത്തേണ്ടതുണ്ട്. ബാബ വന്നിരിക്കുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ്. അതിനുവേണ്ടി യുക്തികളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ രമണം ചെയ്തുകൊണ്ടിരിക്കണം. സെന്റർ തുറന്ന് വളരെ പേർക്ക് ക്ഷണം നൽകണം. സ്നേഹത്തോടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. ആദ്യം പുതിയ ലോകത്തിൻ്റെ സ്ഥാപന വളരെ ആവശ്യമാണ്. സ്ഥാപനം ഉണ്ടാകുന്നത് സംഗമത്തിലാണ്. ഇപ്പോൾ സംഗമയുഗമാണ് എന്നതും മനുഷ്യർക്കറിയില്ല. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുടെയും പഴയ ലോകത്തിൻ്റെ വിനാശത്തിൻ്റെയും സംഗമമാണ് ഇപ്പോൾ എന്നതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ശ്രീമതനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബയല്ലാതെ മറ്റാരും പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്കുള്ള മതം നൽകില്ല. ബാബ തന്നെയാണ് വന്ന് കുട്ടികളായ നിങ്ങളെ കൊണ്ട് പുതിയ ലോകത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുകയില്ല. എല്ലാ കുട്ടികളുടെയും സഹായമെടുക്കുന്നു. ലോകരാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സഹായം എടുക്കുകയില്ല. വന്ന് കത്രിക കൊണ്ട് റിബൺ മുറിക്കും. ഇവിടെയാകട്ടെ ആ കാര്യമില്ല. ഇതിൽ ബ്രാഹ്മണ കുലഭൂഷണരായ നിങ്ങൾ സഹായികളാകുന്നു. എല്ലാ മനുഷ്യരും വഴിയിൽ തികച്ചും കുഴങ്ങിപ്പോയിരിക്കുന്നു. പതീത ലോകത്തെ പാവനമാക്കുക എന്നത് ബാബയുടെ തന്നെ കാര്യമാണ്. ബാബ തന്നെയാണ് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. അതിനുവേണ്ടി ആത്മീയ നോളജ് നൽകുന്നു. നിങ്ങൾക്കറിയാം, ബാബയുടെ അടുക്കൽ പുതിയ ലോകത്തെ സ്ഥാപിക്കുന്നതിനുള്ള യുക്തിയുണ്ട്. ഭക്തി മാർഗത്തിൽ ഹേ പതീത പാവന വരൂ എന്ന് ആ ഒന്നിനെ വിളിക്കുന്നുവല്ലോ. ശിവന്റെ പൂജയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പതീത പാവനൻ ആരാണ് എന്നതറിയുന്നില്ല. ദുഃഖത്തിൽ ഹേ ഭഗവാൻ, ഹേ രാം എന്ന് ഓർമ്മിക്കുന്നു. രാം എന്നും നിരാകാരനെ തന്നെയാണ് പറയുന്നത്. നിരാകാരനെ തന്നെയാണ് ഉയർന്ന ഭഗവാൻ എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യർ വളരെയധികം കുഴങ്ങിപ്പോയിരിക്കുന്നു. ബാബ വന്ന് മാറ്റിയിരിക്കുകയാണ്. ഏതുപോലെ മഞ്ഞ് ഉണ്ടായിരിക്കുമ്പോൾ മനുഷ്യർ കുഴങ്ങിപ്പോകാറില്ലേ? ഇതാകട്ടെ പരിധിയില്ലാത്ത കാര്യമാണ്. വളരെ വലിയ കാട്ടിൽ വന്ന് പെട്ടിരിക്കുകയാണ്. നിങ്ങളെയും ബാബ ഫീൽ ചെയ്യിച്ചു നമ്മൾ ഏത് കാട്ടിലാണ് പെട്ടിരുന്നത് എന്ന്. ഇതും ഇപ്പോൾ മനസ്സിലായി. ഇത് പഴയ ലോകമാണ്. ഇതിൻ്റെയും അന്തിമമാണ്. മനുഷ്യരാണെങ്കിൽ തീർത്തും വഴി അറിയുന്നതേയില്ല. ബാബയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഡ്രാമയുടെ ആദി, മധ്യ, അന്ത്യത്തെ അറിയുന്നു. അതും നമ്പർ വാറാണ്. ആരറിയുന്നുവോ അവർ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നതിൽ തൽപരരായിരിക്കുന്നു. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയ വലിയ സെന്റർ തുറക്കൂ.
വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിൽ മനുഷ്യർക്ക് സഹജമായി മനസ്സിലാക്കുവാൻ സാധിക്കും. കുട്ടികൾക്ക് മാപ്പ് തീർച്ചയായും ആവശ്യമാണ്. പറഞ്ഞു കൊടുക്കണം, ഇതും സ്കൂളാണ്, ഇവിടത്തേത് ഇത് വണ്ടർഫുൾ മാപ്പാണ്. ആ സ്കൂളുകളിലെ മാപ്പിൽ പരിധിയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് പരിധിയില്ലാത്ത കാര്യങ്ങൾ. ഇതും പാഠശാലയാണ്. ഇതിൽ ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്ന് യോഗ്യരാക്കി മാറ്റുന്നു. ഇത് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ ഈശ്വരീയ പാഠശാലയാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് എഴുതിയിരിക്കുന്നു. ഇതാണ് ആത്മീയ പാഠശാല. കേവലം ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നതിലൂടെയും മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. യൂണിവേഴ്സിറ്റി എന്നും എഴുതേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു ഈശ്വരീയ വിശ്വവിദ്യാലയം വേറെയില്ല. ബാബ കാർഡ്സും കണ്ടിരുന്നു. ചില വാക്കുകൾ മറന്നിട്ടുണ്ടായിരുന്നു. ബാബ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, പ്രജാപിത എന്ന വാക്ക് തീർച്ചയായും ചേർക്കൂ. എന്നിട്ടും കുട്ടികൾ മറന്നുപോകുന്നു. എഴുത്ത് പൂർണ്ണമായിരിക്കണം. അതിലൂടെ മനുഷ്യർക്ക് മനസ്സിലാകണം, ഇത് ഈശ്വരീയ വലിയ കോളേജാണ്. ഏതു കുട്ടികളാണോ സർവീസിൽ ഉപസ്ഥിതരായിരിക്കുന്നത്, ആരാണോ നല്ല സർവീസബിൾ ആയിട്ടുള്ളത്, അവരുടെയും മനസ്സിലുണ്ടായിരിക്കും, നമ്മൾ ഇന്ന സെന്ററിനെ പോയി ഉയർത്തട്ടെ, തണുത്തു പോയിരിക്കുകയാണ്, അവരെ ഉണർത്തട്ടെ. കാരണം മായ അങ്ങനെയാണ്, അടിക്കടി ഉറക്കിക്കളയുന്നു. ഞാൻ സ്വദർശന ചക്രധാരിയാണ് എന്നതും മറന്നുപോകുന്നു. മായ വളരെയധികം ഒപ്പോസിഷൻ ചെയ്യുന്നു. നിങ്ങൾ യുദ്ധമൈതാനത്തിലാണ്. മായ മുഖം തിരിച്ച് തലകീഴായ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ആ കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കണം. മായയുടെ വളരെയധികം കൊടുങ്കാറ്റ് എല്ലാവർക്കും ഏൽക്കുന്നു. ചെറിയവരായാലും വലിയവരായാലും എല്ലാവരും യുദ്ധമൈതാനത്തിലാണ്. ബലവാനെ മായയുടെ കൊടുങ്കാറ്റിന് കുലുക്കുവാൻ സാധിക്കില്ല. ആ അവസ്ഥയും വരാൻ പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സമയം വളരെ മോശമാണ്, അവസ്ഥകൾ മോശമായി കഴിഞ്ഞിരിക്കുന്നു. രാജധാനി എല്ലാം സമാപ്തമാകേണ്ടതുണ്ട്. എല്ലാവരെയും ഇറക്കും. പിന്നെ പ്രജയുടെ രാജ്യം മുഴുവൻ ലോകത്തിലും ഉണ്ടാകും. നിങ്ങൾ തൻ്റെ പുതിയ രാജധാനി സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇവിടെ രാജധാനിയുടെ പേര് പോലും സമാപ്തമാകും. പഞ്ചായത്തി രാജ്യം ആയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ പ്രജകളുടെ രാജ്യമുണ്ടാകുന്നത്, അപ്പോൾ പരസ്പരം അടിവഴക്കുകൾ കൂടും. സ്വരാജ്യം അഥവാ രാമരാജ്യം വാസ്തവത്തിൽ ഇല്ല. അതിനാൽ മുഴുവൻ ലോകത്തിലും വഴക്കുകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇക്കാലത്താണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കോലാഹലങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ തൻ്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സർവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയുടെ ഓർമ്മയിലിരുന്ന് മറ്റുള്ളവർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ദേഹി അഭിമാനിയാകൂ, ദേഹാഭിമാനം ഉപേക്ഷിക്കൂ. നിങ്ങളിൽ എല്ലാവരും ദേഹി അഭിമാനിയായി കഴിഞ്ഞു എന്നല്ല, അങ്ങനെയല്ല, ആകേണ്ടതുണ്ട്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു, മറ്റുള്ളവരെയും ചെയ്യിക്കുന്നു. ഓർമ്മിക്കുന്നതിന് പരിശ്രമിക്കുന്നു, പിന്നെ മറന്നുപോകുന്നു. ഈ പുരുഷാർത്ഥം ചെയ്യണം. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. കുട്ടികൾക്ക് എത്ര മനസ്സിലാക്കിച്ചു തരുന്നു, വളരെ നല്ല നോളജ് ലഭിക്കുന്നു. മുഖ്യമായ കാര്യമാണ് പവിത്രമായിരിക്കുക. ബാബ പാവനമാക്കുന്നതിനായി വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പതീതമാകുവാൻ പാടില്ല. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ സദോ പ്രധാനമായി മാറുന്നത്. ഇത് മറന്നു പോകരുത്. മായ ഇതിൽ തന്നെയാണ് വിഘ്നമിട്ട് മറവി വരുത്തുന്നത്. രാവും പകലും ഈ ചിന്തയുണ്ടായിരിക്കണം, നമ്മൾ ബാബയെ ഓർമ്മിച്ച് സദോ പ്രധാനമാകട്ടെ. അന്തിമത്തിൽ ഒരു ബാബയുടേതല്ലാതെ
മറ്റാരുടെയും ഓർമ്മ ഉണ്ടാകാത്ത വിധത്തിൽ ഓർമ്മ അങ്ങനെ ഉറച്ചതാകണം. എക്സിബിഷനിലും ആദ്യം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇതാണ് സർവരുടെയും പിതാവായ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, സർവരുടെയും പിതാവും പതീത പാവനനും സദ്ഗതി ദാതാവും ഇതാണ്. ഈ ഒന്നു തന്നെയാണ് സ്വർഗത്തിൻ്റെ രചയിതാവ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. ബാബ തന്നെയാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. പതീത പാവനൻ ഒന്നല്ലാതെ മറ്റാരെങ്കിലും ആവുക സാധ്യമല്ല. ആദ്യം ബാബയുടെ പരിചയം നൽകേണ്ടി വരുന്നു. ഇപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ ഒരു ചിത്രത്തിന്മേൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കൂട്ടത്തിന് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും? എന്നാൽ ആദ്യം ബാബയുടെ ചിത്രത്തിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതാണ് മുഖ്യം. ഭക്തി അളവറ്റതാണ്, ജ്ഞാനം ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ബാബ എത്ര യുക്തികൾ കുട്ടികൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. പതീത പാവനൻ ഒരു ബാബയാണ്, വഴിയും പറഞ്ഞു തരുന്നു. ഗീത എപ്പോഴാണ് കേൾപ്പിച്ചത്? ഇതും ആർക്കും അറിയില്ല. ദ്വാപര യുഗത്തെ. സംഗമയുഗം എന്നൊന്നും പറയുകയില്ല. യുഗേ അതായത് യുഗങ്ങൾ തോറും ബാബ വരുന്നില്ല. മനുഷ്യരാണെങ്കിൽ തികച്ചും കുഴങ്ങിപ്പോയിരിക്കുന്നു. മുഴുവൻ ദിവസവും ഈ ചിന്ത നടക്കുന്നു. എങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ? ബാബയ്ക്ക് ഡയറക്ഷൻ നൽകേണ്ടി വരുന്നു. ടേപ്പിലും മുരളി പൂർണ്ണമായും കേൾക്കുവാൻ സാധിക്കും. ചിലർ പറയുന്നു, ടേപ്പിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് ഡയറക്റ്റായി പോയി കേട്ടുകൂടാ? അതിനാൽ സന്മുഖത്ത് വരുന്നു. കുട്ടികൾക്ക് വളരെയധികം സർവീസ് ചെയ്യേണ്ടതുണ്ട്. വഴി പറഞ്ഞു കൊടുക്കണം. എക്സിബിഷനിലും വരുന്നു, കൊള്ളാം എന്ന് പറയുന്നു. പിന്നെ പുറത്തു പോകുമ്പോൾ മായയുടെ അന്തരീക്ഷത്തിൽ എല്ലാം പറന്നു പോകുന്നു. സ്മരിക്കുന്നില്ല. അവരെ വീണ്ടും പുറംതിരിക്കണം. പുറത്തു പോകുന്നതിലൂടെ മായ വലിക്കുന്നു. തൊഴിൽ കാര്യങ്ങളിൽ മുഴുകുന്നു. അതിനാൽ മധുബന് മഹിമയുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ അറിവ് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെയും പോയി മനസ്സിലാക്കിക്കും ഗീതയുടെ ഭഗവാൻ ആരാണ്. മുൻപ് നിങ്ങളും ഇതുപോലെ തന്നെ പോയി ശിരസ് നമിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ തീർത്തും മാറിപ്പോയിരിക്കുന്നു. ഭക്തി ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിയിൽ മുഴുവൻ നോളജുമുണ്ട്. പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ ആരാണ് എന്ന് മറ്റുള്ളവർ എന്തറിയാൻ? നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളും പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ഈ സമയത്ത് തന്നെയാണ് ബ്രഹ്മാവിലൂടെ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണ കുലവും തീർച്ചയായും വേണമല്ലോ. സംഗമത്തിൽ തന്നെയാണ് ബ്രാഹ്മണ കുലം ഉണ്ടായിരിക്കുന്നത്. മുൻപ് ബ്രാഹ്മണരുടെ കുടുമി പ്രശസ്തമായിരുന്നു. കുടുമിയിലൂടെയോ പൂണൂലിലൂടെയോ ഇത് ഹിന്ദുവാണ് എന്ന് തിരിച്ചറിയുമായിരുന്നു. ഇപ്പോഴാകട്ടെ ആ അടയാളങ്ങളെല്ലാം പോയി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണരാകാതെ പിന്നെ ദേവതയാകുവാൻ സാധിക്കില്ല. ബ്രാഹ്മണർ തന്നെയാണ് പുതിയ ലോകം സ്ഥാപിച്ചത്. യോഗബലത്തിലൂടെ സദോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പരിശോധന നടത്തണം. ഏതെങ്കിലും ആസുരീയ ഗുണം ഇല്ലല്ലോ. ഉപ്പുവെള്ളമാകരുത്. ഇതാകട്ടെ യജ്ഞമാണല്ലോ. യജ്ഞത്തിലൂടെ എല്ലാവരുടെയും പരിപാലന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യജ്ഞത്തിൽ പരിപാലിക്കുന്നവർ ട്രസ്റ്റിയായും ഇരിക്കുന്നു. യജ്ഞത്തിൻ്റെ അധികാരി ശിവ് ബാബയാണ്. ഈ ബ്രഹ്മാവും ട്രസ്റ്റിയാണ്. യജ്ഞത്തിൻ്റെ പാലന ചെയ്യേണ്ടി വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് എന്താവശ്യമാണോ യജ്ഞത്തിൽ നിന്ന് എടുക്കേണ്ടതാണ്. മറ്റുള്ളവരിൽ നിന്നും വാങ്ങി ധരിക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇതിൽ ബുദ്ധിയുടെ ലൈൻ വളരെ ക്ലിയർ ആയിരിക്കണം.
ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. സമയം വളരെ കുറച്ചേ ഉള്ളൂ. അതിനാൽ ഓർമ്മയുടെ യാത്ര ഉറച്ചതായിരിക്കണം. ഈ പുരുഷാർത്ഥം ചെയ്യണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഉന്നതിക്ക് വേണ്ടി ആത്മീയ സർവീസിൽ തൽപരരായിരിക്കണം. ഏതെല്ലാം ജ്ഞാനരത്നങ്ങൾ ലഭിച്ചുവോ അവ ധാരണ ചെയ്ത് മറ്റുള്ളവരെയും ചെയ്യിക്കണം. തൻ്റെ പരിശോധന നടത്തണം. നമ്മളിൽ ഏതെങ്കിലും ആസുരീയ ഗുണം ഇല്ലല്ലോ. നമ്മൾ ട്രസ്റ്റിയായി ഇരിക്കുന്നുണ്ടോ? ഒരിക്കലും ഉപ്പുവെള്ളം ആകുന്നില്ലല്ലോ. ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആണോ? വരദാനം: പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഇവ മൂന്നിനെയും സമാനമാക്കുന്ന ജ്ഞാനി ആത്മാവായി ഭവിക്കട്ടെ. ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയിൽ പോകാനുള്ള സമയം സമീപം വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ദൗർബല്യങ്ങളുടെ എൻ്റേതെന്ന ഭാവത്തെ അഥവാ വ്യർത്ഥത്തിൻ്റെ കളികളെ സമാപ്തമാക്കി പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതും സമാനമാക്കി മാറ്റൂ. അപ്പോൾ ജ്ഞാനസ്വരൂപം എന്ന് പറയും. ആരാണോ ഇങ്ങനെയുള്ള ജ്ഞാനസ്വരൂപ ജ്ഞാനി ആത്മാക്കൾ, അവരുടെ ഓരോ കർമ്മവും സംസ്കാരവും ഗുണവും കർത്തവ്യവും സമർത്ഥനായ ബാബയ്ക്ക് സമാനമായിരിക്കും. അവർക്ക് ഒരിക്കലും വ്യർത്ഥത്തിൻ്റെ വിചിത്രമായ കളി കളിക്കുവാൻ സാധിക്കില്ല. സദാ പരമാത്മാ കൂടിക്കാഴ്ചയുടെ കളിയിൽ ബിസിയായിരിക്കും. ഒരു ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കും. മറ്റുള്ളവരെയും ബാബയ്ക്ക് സമാനമാക്കി മാറ്റും. സ്ലോഗൻ: സേവനങ്ങളിലുള്ള ഉന്മേഷം ചെറിയ ചെറിയ രോഗങ്ങളെ മെർജാക്കി മാറ്റുന്നു. അതിനാൽ സേവനത്തിൽ സദാ ബിസിയായിരിക്കൂ. ഓം ശാന്തി. ഞാൻ ശക്തിശാലി ആത്മാവാണ്. I am a powerful being. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. എൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ പ്രിയതരമാണ്. നാം ഏവരും പരസ്പരം അംഗീകരിക്കുന്നു. നാം ഏവരും ഒന്നാണ്. എൻ്റെ സഫലത സുനിശ്ചിതമാണ്.
എനിക്ക് ചുറ്റും പരമാത്മാവിൻ്റെ ശക്തികളുടെ ഒരു ഊർജത്തിൻ്റെ വലയമുണ്ട്. വൈറ്റ് ഗോൾഡൻ ലൈറ്റിൻ്റെ ഒരു വലയം. പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. God's power is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ട് കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ട് കഴിഞ്ഞു. ഓം ശാന്തി.